നമസ്കാരം. മദ്രാസിലെ ജീവിതകാലത്ത് രവീന്ദ്രൻ മാഷിന് കോർപ്പറൽ എന്നൊരു പേരുണ്ടായിരുന്നു. സാധാരണ പട്ടാളത്തിൽ ഉള്ള ഒരു പദവിയാണ്. ഈ പേരെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഗാനമേളകൾ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സിനിമയിൽ പാടാൻ പറ്റിയില്ലെങ്കിലും സംഗീത സംവിധായകനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിക്കാൻ ഉറപ്പുണ്ട് എന്ന് കരുതുന്ന ഒരു കഴിവ്, പാടി ജീവിക്കാമെന്നുള്ളൊരു ഉറപ്പ് രവീന്ദ്രൻ മാഷിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം സ്വന്തമായി ഒരു ഗാനമേള ട്രൂപ്പ് മദ്രാസിലുണ്ടാക്കി. അങ്ങനെ ആ ട്രൂപ്പിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി ആവടി എന്ന് പറയുന്ന പട്ടാള ക്യാമ്പുള്ള സ്ഥലമാണ്. സ്ഥിരമായി രവീന്ദ്രൻ മാസ്റ്റർക്ക് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓരോരോ ട്രൂപ്പിൻ്റെ പരിപാടികൾക്ക് ഇദ്ദേഹത്തെ വിളിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തമിഴ് പാട്ടുകൾ ഈ ഗാനമേളയിലെ സൂപ്പർ ഹിറ്റ് ഐറ്റമായിരുന്നു. അങ്ങനെ അവിടുത്തെ പട്ടാള സുഹൃത്തുക്കളും അഭ്യുതകാംക്ഷികളും എല്ലാം ചേർന്ന് നൽകിയ പേരാണ് കോർപ്പറൽ. എന്ന് വെച്ചാൽ ആള് 6-6.25 അടി പൊക്കവും അതിൻ്റെ ഗാംഭീര്യവും താടിയും അതുപോലെ തന്നെ മീശയും നിറയെ ബട്ടണുകളുള്ള പ്രത്യേക ഉടുപ്പുകളും വലിയ ഷൂസും ഒക്കെ ധരിച്ചൊരു പ്രത്യേകത ഉള്ള ഒരു അപ്പിയറൻസ് ആയിരുന്നു. അങ്ങനെയാണ് കോർപ്പറൽ എന്നുള്ള പേര് കിട്ടിയത്. ഇത് പറയാൻ കാരണം കോടമ്പക്കത്തെത്തി പുള്ളിയുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന വിധത്തിലായിരുന്നില്ല സിനിമാക്കാർ. സംഗീത സംവിധായകരും മറ്റും പുള്ളി സഹായത്തിനായിട്ട് ചെല്ലുമ്പോൾ അവരെല്ലാം പെട്ടെന്ന് തന്നെ സഹായിക്കുമെന്ന് കരുതിയ ആ ധാരണകൾ മുഴുവൻ തെറ്റി ഒന്നും നടക്കാതെയായി, എല്ലാം തകർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടം, എല്ലാം തകർന്നു എന്ന് തോന്നുന്നൊരവസ്ഥ. അങ്ങനെയാണ് അദ്ദേഹം ഒരു നാടക ട്രൂപ്പിൽ പാട്ടുകാരനാകാനായി റോയ്പേട്ടയിലുള്ളൊരു നാടക ട്രൂപ്പിൽ അവസരം തേടിച്ചെന്നു. അപ്പോൾ സിനിമയിൽ അവസരം കിട്ടാതെ വന്ന രവീന്ദ്രൻ മാസ്റ്റർ പിന്നെ ഉപജീവനം എങ്ങനെയെങ്കിലും നടക്കണമല്ലോ എന്ന് കരുതി ഈ നാടക സംഘങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. അങ്ങനെ സേവാ സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു നാടക സമിതിയിലേക്ക് പാട്ടുകാരനാകാനായി അദ്ദേഹം ചെന്നു. അവിടെ സൗസ്യാമൻ എന്ന തമിഴ് നടൻ നടത്തുന്ന ഒരു നാടക കമ്പനിയാണ്. വലിയ നാടക കമ്പനിയാണ്. റോയ്പേട്ടയിലെ ഏക്കർ കണക്കിനായിട്ടുള്ള ഒരു സ്ഥലത്ത് വിവിധ റിഹേഴ്സൽ ക്യാമ്പുകളുമൊക്കെ നടക്കുന്ന വലിയൊരു നാടക കമ്പനിയാണ്. അപ്പോൾ അവിടെ എത്തി ഇദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. ഇങ്ങനെ മലയാളിയാണ്, പക്ഷേ തമിഴിൽ നന്നായി തമിഴിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, സംഗീത സംവിധായകൻ വരട്ടെ, ആലോചിക്കാവുന്നു. 100-ൽ പരം നാടകങ്ങൾ അവതരിപ്പിച്ച് പാരമ്പര്യമുള്ള നാടക കമ്പനിയിൽ മുത്തുരാമൻ, ചുരുളിരാജൻ, നാഗേഷ്, അങ്ങനെ വളരെ പ്രശസ്തരായ കലാകാരന്മാർ വന്ന് അഭിനയിച്ചു പോയിട്ടുള്ള നാടക കമ്പനിയാണ്. അങ്ങനെ സംഗീത സംവിധായകൻ്റെ മുമ്പിൽ തമിഴിൽ ഒരു മനോഹരമായി 1-2 പാട്ടുകൾ പാടി കേൾപ്പിച്ചു. അദ്ദേഹത്തിന് ആ പാട്ടുകൾ ഇഷ്ടമായി. രവീന്ദ്രൻ മാസ്റ്റർ ഗായകനായി സെലക്ട് ചെയ്തു. 10 രൂപയാണ് ശമ്പളം. അപ്പോൾ അന്നത്തെ 10 രൂപ എന്ന് പറഞ്ഞാൽ വളരെ വാല്യുബിളാണ്. അപ്പോൾ ആ 10 രൂപ ശമ്പളത്തിൽ ആ നാടക കമ്പനിയിൽ പാട്ടുകാരനായി അദ്ദേഹം കയറി. ഇതേ ഗാനമേള ട്രൂപ്പിൽ ഇങ്ങനെ കുറേ നാളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരുന്നു. അതിനുശേഷം കരുണാനിധിയുടെ നാടക ട്രൂപ്പിലും രവീന്ദ്രൻ മാസ്റ്റർക്ക് പാടാൻ അവസരം കിട്ടി. അതിൽ വെള്ളിക്കിളമ എന്നുള്ള നാടകത്തിൽ വേണ്ടിയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രംഗത്ത് അദ്ദേഹം ജീവിക്കാമെന്ന ഒരു സാഹചര്യമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്വന്തമായി ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. അതാണ് ഈ തിരുവനന്തപുരത്ത് മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ അവരുടെ ട്രൂപ്പായിരുന്നു തണ്ടർ ബേർഡ്സ്. അതേ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് തണ്ടർ ബേർഡ്സ് എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് കോടമ്പക്കത്ത് അദ്ദേഹം ഉണ്ടാക്കി. ഗാനമേളയിൽ രവീന്ദ്രൻ മാസ്റ്റർ പാടുന്നത് തമിഴ് പാട്ടുകളാണ്. അത് ആരാധകർക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാട്ടുകളാണ് കൂടുതലും പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്നത് കൊണ്ട് ഒരു വിളിപ്പേരും ഉണ്ടായിരുന്നു. SP ബാലസുബ്രഹ്മണ്യത്തിന് എതിരൊളി രവീന്ദ്രൻ, അങ്ങനെയായിരുന്നു നോട്ടീസിൽ പേരുകൾ വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗാനമേളയും ആ ഗാനമേളയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വെച്ചുകൊണ്ട് ജീവിതം തുടരുകയും പിന്നീട് സിനിമയിലേക്കുള്ള അവസരങ്ങൾ തുറക്കുകയും അവസരങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളും നടത്തിയായിരുന്നു ആ കാലം കഴിച്ചു കൂട്ടിയത്. ഇതിനിടയിലാണ് ദേവരായ മാഷിനെ കാണാൻ പോകുന്നത്. അപ്പോൾ പതിവായി കാണാൻ പോവുകയും തിരിച്ചുള്ള പ്രതികരണം ഒരു പോസിറ്റീവ് അല്ല എങ്കിൽ പോലും വീണ്ടും അദ്ദേഹം ആ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, മാസ്റ്റർ തന്നെ പറയാറുണ്ട്, മാസ്റ്റർക്ക് തിരുവനന്തപുരത്ത് വന്ന് സംഗീത കോളേജിൽ പഠിക്കുന്ന കാലത്തും കയ്യിൽ പൈസ ഇല്ല എന്ന് കണ്ടാൽ പല സ്ഥലത്തും പോയിട്ട് പുള്ളി ഗാനമേള നടത്തും, അല്ലെങ്കിൽ പാട്ട് പാടും. പല ടൗണുകളിലോ അല്ലെങ്കിൽ തെരുവുകളിലൊക്കെ പോയിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാട്ട് പാടിയാൽ തന്നെ അവർക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശപ്പടക്കാനുള്ള കിട്ടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം, സംഗീതത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു ആത്മവിശ്വാസം അത് ഭയങ്കരമായിരുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തിലാണ് രവീന്ദ്രൻ മാസ്റ്റർ പിൽക്കാലത്ത് വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു നിലയിലേക്ക് എത്തിയത്.
തണ്ടർബേർഡ്സ് എന്ന തൻ്റെ ട്രൂപ്പിന് സ്ഥിരമായി പരിപാടികൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ ആവടിയിലെ ആർമി ക്യാമ്പ്. അപ്പോൾ ഈ ആർമി ക്യാമ്പിൽ ചെന്നാൽ അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഗാനമേള കഴിഞ്ഞങ്ങനെ വളരെ സംസാരിച്ചൊക്കെ രാത്രിയേറെ നീളുന്ന ചർച്ചകളും സൗഹൃദ സദസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗാനമേള കഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹം രാത്രി ഇങ്ങനെ വളരെ സുഹൃത്തുക്കളുമായിട്ട് ഉല്ലസിച്ചിരിക്കുമ്പോൾ, അങ്ങനെ ഒരു ദിവസം രാത്രി ഗാനമേള കഴിഞ്ഞ് സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്കൂട്ടറിൽ 2 പേർ വന്നു. അപ്പോൾ ഇദ്ദേഹം താമസിക്കുന്ന കോടമ്പക്കത്തെ സമ ലോഡ്ജിൽ നിന്നാണ് ഈ ലാംബി സ്കൂട്ടറിൽ 2 പേർ വന്നു. ആ സ്കൂട്ടർ ഓടിച്ചിരുന്നത് വില്യംസ്, അതായത് ജെ വില്യംസ്, പിൽക്കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും മിടുക്കനായ അല്ലെങ്കിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ക്യാമറാമാനായി മാറിയ ജെ വില്യംസ്, രവീന്ദ്രൻ മാസ്റ്ററുടെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ ജെ വില്യംസ് ആണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. ഇപ്പോൾ തൊട്ട് പുറകിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ലാംബി സ്കൂട്ടറിൽ നിന്ന് ഇവർ പരിഭ്രാന്തരായിട്ട് ഇറങ്ങി വന്ന് രവിയെ അന്വേഷിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ അവിടെ ഇതിൻ്റെ ഒരു ആഘോഷ പരിപാടിയിൽ അങ്ങനെ ഒരു മൂഡിലിരിക്കുക. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു. ഈ രാത്രി 2 മണി സമയത്ത് എന്താ കാര്യം? അപ്പോൾ എന്തോ പന്തികേടാണെന്ന് രവീന്ദ്രൻ മാസ്റ്റർക്ക് മനസ്സിലായി. അപ്പോൾ ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വെറുതെ വന്നതാണെന്ന് 2-3 ആവർത്തി പറഞ്ഞപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർക്ക് കാര്യം പിടികിട്ടി, എന്തോ കുഴപ്പമുണ്ട്. എന്ത് തന്നെ ആയാലും പറയാൻ വില്യംസിനോട് പറയൂ വില്യംസ്, എന്ത് തന്നെ ആയാലും പറയൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നാട്ടിൽ നിന്നൊരു ടെലഗ്രാം വന്നിരുന്നു. അപ്പോഴത്തേക്ക് കാര്യം പിടികിട്ടി. തിരക്കിയപ്പോൾ പറയാൻ പറഞ്ഞു. അന്നേരം വില്യംസ് വിഷമത്തോടു കൂടി പറഞ്ഞു, അച്ഛൻ മരിച്ച ടെലഗ്രാമാണ്. അപ്പം പിന്നെ ഇരുന്നിടത്തുനിന്ന് രവീന്ദ്രൻ മാസ്റ്റർ എഴുന്നേറ്റു. ഇവർ ആ സ്കൂട്ടറിൽ തന്നെ കയറി നേരെ സാമാ ലോഡ്ജിലേക്ക് വന്നു. അപ്പോൾ സാമാ ലോഡ്ജിൽ അന്ന് രവീന്ദ്രൻ മാസ്റ്ററുടെ സഹമുറിയനായിട്ട് സുഹൃത്തായും ആ മുറിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് പിന്നണി ഗായകൻ എം ജയചന്ദ്രനാണ്. അപ്പോൾ ഇവർ സമാ ലോഡ്ജിലേക്ക് വരുമ്പോൾ ആ ലോഡ്ജിൻ്റെ ഉമ്മറത്ത് ഒരു വിമാന ടിക്കറ്റും കയ്യിൽ പിടിച്ച് ഗായകനായ ജയചന്ദ്രൻ നിൽപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം അപ്പോൾ തന്നെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയും നാട്ടിൽ വന്നു. അച്ഛനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. അല്ലെങ്കിൽ അന്ന് ആ ഒരു വിമാന ടിക്കറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ, അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിമാനയാത്രയാണ്. ആ ഒരു വിമാന ടിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അത് ഒരു ഓർമ്മയാണ്. ആവടിയും അവിടുത്തെ സംഗീത സദസ്സും ഈ വിമാന ടിക്കറ്റും ജയചന്ദ്രനും ജെ വില്യംസും എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തുചേർന്ന് വന്ന ചില ബന്ധങ്ങളുടെ ഒരു ഓർമ്മയാണ്.